ബാർക്കോഴ കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച നിയമസഭാ മാർച്ചിൽ സംഘർഷം. പോലീസിന് നേരെ കല്ലേറുണ്ടായതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെ രാജിയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രവർത്തകർക്കൊപ്പം പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എക്സൈസ് വകുപ്പിനെ ടൂറിസം മന്ത്രി ഹൈജാക്ക് ചെയ്തുവെന്ന് അദ്ദേഹം ആരോപിച്ചു. അബ്കാരി നിയമനത്തിൽ ഭേദഗതി വരുത്തുന്നത് ടൂറിസം മന്ത്രിയാണ്. ബാർക്കോഴ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായതോടെ കാര്യങ്ങൾ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയത്. അല്ലാതെ കിട്ടില്ല, അല്ലാതെ മാറ്റം വരുത്താൻ പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ബാറുകൾക്ക് ഉടമകൾക്ക് ആഗ്രഹിക്കുന്ന ഭേദഗതി അബ്കാരി നിയമത്തിൽ വരുത്തണം. ചട്ടത്തിൽ ഭേദഗതി വരുത്തണമെങ്കിൽ ഒരു ബാറുകാരൻ 2.5 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം. അങ്ങനെ അത് കളക്ട് ചെയ്ത് തുടങ്ങി. ആ കളക്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. എക്സൈസ് മന്ത്രി ഇത് നിഷേധിക്കുക. എക്സൈസ് മന്ത്രി പറയുക ഇങ്ങനെ ഒരു ചർച്ച തുടങ്ങിയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷം ഇത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കി. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ തന്നെ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി അബ്കാരി ചട്ടത്തിൽ വരുത്തേണ്ട ഭേദഗതികളെ കുറിച്ച് പഠിക്കാൻ. ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല, അബ്കാരി ചട്ടത്തിൽ മദ്യനയത്തിൽ ഭേദഗതി വരുത്താൻ ടൂറിസം സെക്രട്ടറിക്ക് എന്താ കാര്യം? കുറച്ചു കഴിഞ്ഞപ്പോൾ ടൂറിസം ഡയറക്ടർ ഒരു യോഗം വിളിച്ചിരിക്കുക. ടൂറിസം ഡയറക്ടറുടെ യോഗത്തിലെ തീരുമാനത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് മദ്യനയത്തിലുള്ള ഭേദഗതിയാണ്. അപ്പൊ കേരളത്തിൽ ടൂറിസം വകുപ്പാണോ മദ്യനയത്തിൽ ഭേദഗതി വരുത്തുന്നത്? ഇന്നലെ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു
ഞാനാണ് എക്സൈസ് മന്ത്രി, ഞാനാണ് ഭേദഗതി വരുത്താൻ നേതൃത്വം കൊടുക്കേണ്ടത്, ഞാനാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ യോഗം ചേർന്ന് ഈ ഭേദഗതി വരുത്താനുള്ള തീരുമാനം എടുക്കേണ്ടത്. അത് മന്ത്രി MP രാജേഷ് പ്രതിപക്ഷത്തോടല്ല പറഞ്ഞത്. ഇതിൽ അനാവശ്യമായി ഇടപെട്ട എക്സൈസ് വകുപ്പിനെ ഹൈജാക്ക് ചെയ്ത ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനോടാണ് പറഞ്ഞത്. അദ്ദേഹമാണ് എക്സൈസ് മന്ത്രി. ടൂറിസം വകുപ്പ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് ഇപ്പോൾ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അബ്കാരി പോളിസിയിൽ മാറ്റം വരുത്തുന്നത് ടൂറിസം വകുപ്പാണ് എന്നുള്ള വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് കൊടിയ അഴിമതിയാണ്. അപ്പൊ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വിജിലൻസ് അന്വേഷണം നടക്കണം. ഇത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അഴിമതി നിരോധന നിയമത്തിന്റെ 8, 9, 12 വകുപ്പനുസരിച്ച് അന്വേഷിക്കപ്പെടേണ്ട കേസാണ്. ഇവിടെ മന്ത്രി തന്നെ പ്രതിയാകേണ്ട ആളിപ്പോ വാദിയായി മാറി കേസ് കൊടുത്തിരിക്കുക. എന്താ അന്വേഷിക്കുന്നതെന്നറിയാം? എങ്ങനെയാണ് ബാർ ഉടമയുടെ ശബ്ദ സന്ദേശം ലീക്കായതെന്നാണ് അന്വേഷിക്കുന്നത്. അപ്പോ അന്വേഷിക്കേണ്ടത് ഇതിലെ അഴിമതിയാണ്, കൊള്ളയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം മാറ്റിയാൽ അവർക്ക് ഫേവർ ചെയ്തു കൊടുക്കാമെന്നതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ പണപ്പിരിവാണ്. മന്ത്രിമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ പ്രതികളാക്കി FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കണം. വിപുലമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഈ 2 ഡിമാൻഡാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് നടത്തുന്നത് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ്. എഡ്വിങ്സ്, കേരളാസ് ഫേവറേറ്റ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്.